ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളതേ രാമനാട്ടുകര മുതൽ മലപ്പുറം ജില്ലയിൽ വന്ന 6 വരി പാതയുടെ പുതിയ വീഡിയോ ആട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നിസരി ജംഗ്ഷൻ മുതലാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. ഇതുവരെ കോഴിക്കോട് ബൈപ്പാസിൻ്റെ തുടക്കം, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോഴിക്കോട് ബൈപ്പാസ് മുഴുവനായിട്ട് നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇവിടുന്ന് അങ്ങോട്ട് KNRC ആണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ വർക്ക് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡ് കൂടെ വന്ന് നമ്മളിതപ്പോൾ ഈ 6 വരി പാതയിലേക്ക് ഈ നിസരി ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് കയറിയിട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ ഇടിമുഴിക്കൽ, സ്പിന്നിങ് മില്ല്, ആ ഭാഗങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ 6 വരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ ബാക്കിയുള്ളത്. പുല്ലിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന റോഡ് റൈറ്റ് സൈഡിൽ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ ചെറിയൊരു ഭാഗമൊക്കെ ഇപ്പോൾ ഈ റോഡ് വീതി കൂട്ടുന്നതിൽ പോയതാണ്. നമ്മളിനി എത്തുന്നത് ഇടിമുഴിക്കൽ ഒരു അണ്ടർ പാസ്സാണ് വന്നത്. അണ്ടർ പാസിൻ്റെ മേലെ കൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത്. ഇവിടെ റോഡിൻ്റെ അലൈൻമെൻറ്റ് തന്നെ മാറിയിട്ടാണ് പോകുന്നത്. നിലവിലുള്ള ഹൈവേ ഇവിടുന്ന് അങ്ങോട്ട് റൈറ്റിലേക്ക് പോയിട്ടായിരുന്നു. അതിന് പകരമായിട്ട് പുതിയൊരു അലൈൻമെൻറ്റ് ഇതിനെ കൊടുത്തു. നേരെ റോഡ് നിവർത്തിയിട്ടാണ് പോകുന്നത്. സ്പിന്നിങ് മിൽ ഭാഗത്തേക്ക് 6 വരി പാതയിൽ കൂടി വാഹനങ്ങൾ അങ്ങനെ ചെരിപ്പാഞ്ഞു പോകുന്നു. നമ്മൾ സ്വപ്നം കണ്ട ഒരു പദ്ധതി. അപ്പോൾ അത് ഇവിടെയൊക്കെ ഏകദേശം അതിൻ്റെ അവസാനഘട്ട വർക്കുകളാണ് ഇപ്പം നടക്കുന്നത്. 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. സർവീസ് റോഡിൽ കൂടിയായിരുന്നു ഇതുവരെ വാഹനങ്ങൾ കടന്നു പോയത്. ഇപ്പോൾ 6 വരി പാതയിൽ കൂടിയാണ് ഈ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നത്. 2 ഭാഗത്തും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ ഉയർന്ന് കാണുന്നുണ്ട്. ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ റോഡ് നല്ല താഴ്ചയിലാണ് ഈ ഭാഗത്തൊക്കെ പോയത്. സ്പിന്നിങ് മിൽ ഒരു ഓവർപാസ്സാണ് വന്നത്. ഓവർപാസിൻ്റെ താഴെ കൂടെ നമ്മൾ കാക്കഞ്ചേരി ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ ഈ കാക്കഞ്ചേരിൻ്റെയും സ്പിന്നിങ് മില്ലിൻ്റെയും ഭാഗത്ത് കുറച്ച് വർക്കുകൾ പെൻഡിങ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു മണ്ണിടിച്ചിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ ഇപ്പോൾ ശരിക്ക് കെട്ടി അവിടെ കോൺക്രീറ്റിൻ്റെ മതിൽ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇവിടെ വർക്ക് മുഴുവനായിട്ടില്ല. ഈ ഭാഗം അടുത്ത് തന്നെ വർക്ക് തീർത്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാക്കഞ്ചേരി നമ്മളിതിൻ്റെ മുന്നേ കണ്ടതാണ്, ഒരു എസ് വളവായിരുന്നു. ആ വളവൊക്കെ നിവർത്തി നേരെ റോഡ് നേരെയാക്കിയിട്ടാണ് പോകുന്നത്. ഈ വളവൊക്കെ നിവർന്നിട്ടോ. ഇവിടെ ഈ വളവൊക്കെ നിവർന്നിട്ട് നേരെ ഈ ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പം വാഹനം ഇപ്പം 6 വരി പാതയിൽ കൂടിയാണ് ഇവിടെ ഇപ്പം വാഹനങ്ങൾ പോകുന്നുണ്ട്. കാക്കഞ്ചേരി വളരെ താഴ്ന്ന്, റോഡ് ഒരുപാട് താഴ്ന്നിട്ടാണ് പോയത്. കാക്കഞ്ചേരി ടൗണൊക്കെ ഒരുപാട് മുകളിലായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. കാക്കഞ്ചേരി അണ്ടർപാസൊക്കെ ഈ ഓവർപാസൊക്കെ പെയിൻ്റ് അടിച്ച് നല്ല ഉഷാറാക്കിയാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് ഓവർപാസിൻ്റെ അപ്പുറത്ത് മലബാർ ഗോൾഡ്. ഇവിടെയൊക്കെ കയറ്റം ഇറക്കം അതൊക്കെ ഒഴിവായിട്ടോ. പൈങ്ങോട്ടൂർ ഭാഗമൊക്കെ ഒരുപാട് താഴ്ന്ന സ്ഥലമായിരുന്നു. അവിടെയൊക്കെ ഉയർത്തി കൊണ്ടുവന്ന് റോഡ് ലെവൽ ചെയ്തു പോയി.
ഇവിടെ ഒരു കയറ്റായിരുന്നല്ലോ കാക്കഞ്ചേരി 2 ഭാഗത്തും. ആ കയറ്റങ്ങളൊന്നും ഇല്ല ട്ടോ ഇനി. ഇതാണ് പൈങ്ങോട്ടൂർ. ഇവിടെ താഴ്ന്ന ഒരു പ്രദേശമായിരുന്നു, ഇവിടെ ഉയർത്തി. കാക്കഞ്ചേരി താഴ്ത്തി. നല്ല മഴക്കാറുണ്ട്. ഒരു മഴക്കോളുള്ള ദിവസമാണ്. ഏത് സമയത്തും മഴ പെയ്യുന്നതാണ്. നമ്മൾ പോകുന്നത് ചെട്ടിയാർമാട് ഭാഗത്തേക്കാണ്. രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. സർവീസ് റോഡിൽ കൂടിയാണ് മുന്നേ വാഹനങ്ങൾ കടന്നു പോയത്. ഇപ്പോൾ ഈ ഭാഗമൊക്കെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ രാമനാട്ടുകര മുതലേ ഇപ്പം നമ്മൾ ഏകദേശം യൂണിവേഴ്സിറ്റി വരെ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചില്ലറ ഭാഗങ്ങൾ മാത്രമേ ഇനി ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ ബാക്കിയുള്ളൂ. ചെട്ടിയാർമാട് ഒരു ഓവർപാസ്സാണ് വന്നത്. ഒലിപ്രംകടവ് റോഡിന് നേരെ കുറുകയായിട്ട്. റൈറ്റ് സൈഡിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസാണ്. 15 ഹെക്ടർ സ്ഥലമാണ് ഈ നാഷണൽ ഹൈവേക്ക് വേണ്ടി യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അവർ സ്ഥലം വിട്ടുകൊടുത്തത്. ഇതാണ് ചെട്ടിയാർമാട് ഓവർപാസ് വലിപ്രംകടവ് റോഡിന് നേരെ കൊടുത്തത്. ഈ ഭാഗം നല്ല താഴ്ന്നിട്ടാണ് പോയത്. ഇവിടെയൊക്കെ നമ്മൾ വളരെ ഡേഞ്ചറായ സ്ഥലമായിരുന്നു. ഒരു എസ് വളവ്, വളരെ അപകടം പിടിച്ചൊരു സ്ഥലമായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണാൻ തന്നെ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. റോഡ് ലെവൽ ചെയ്ത് പോയി. ലെഫ്റ്റ് സൈഡിൽ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ മുന്നിൽ കൂടിയായിരുന്നു നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ പോയിരുന്നത്. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെയാണ് യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റ്. അവിടെ എന്തോ ഒരു പുതിയ വർക്ക് വരുന്നുണ്ട്. അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ തന്നെ തിരിച്ച് കയറിട്ടോ. യൂണിവേഴ്സിറ്റിയിലും ഒരു ഓവർപാസ്സാണ് വന്നത്. യൂണിവേഴ്സിറ്റി ഓവർപാസ് നല്ല വീതിയിലാട്ടോ. എല്ലാ ഓവർപാസും അണ്ടർപാസുകളൊക്കെ നല്ല വീതിയിലാണ് കൊടുത്തത്. ഇവിടെയൊക്കെ റോഡ് നല്ല താഴ്ചയിലാണ് ഹൈവേ പോകുന്നത്. ആഹാ, നമ്മൾ പോകുന്നത് കോഹിനൂർ പാണമ്പ്ര ഭാഗത്ത്. ഒരൊറ്റ അലൈൻമെന്റ് കേട്ടോ. റോഡ് ഇങ്ങനെ കാണാൻ തന്നെ അവിടെ വലിയൊരു യാർഡായിരുന്നു ഈ കോൺട്രാക്ടിങ് കമ്പനീൻ്റെ KNRCയുടെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇതിൻ്റെ ഭാഗം അടുത്ത് തന്നെ നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേമാതിരി ഷെയർ ചെയ്യുക.